ഹായ്, ഗോബൂസ് കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നടത്തിയ ഒരു നവതിരുപ്പതി യാത്രയാണിത്. ഇതിൽ നമ്മൾ ഒരു ബസ് ഹയർ ചെയ്ത് തിരുച്ചെന്തൂരിനടുത്താണ്, തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ആ ക്ഷേത്രങ്ങളിലെല്ലാം പോയി. അവിടെ എല്ലാം തന്നെ വിഷ്ണു ഭഗവാൻ നവഗ്രഹങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 108 ദിവ്യദേശങ്ങളിൽ 9 എണ്ണമാണത്. അതിമനോഹരമായ ക്ഷേത്ര സമുച്ചയങ്ങളാണ്. വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. 5000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഇതിലുണ്ട്. ഇത് ശിലകളാണ്, മൊത്തം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ്. നല്ല തണുപ്പാണ് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. താമ്രപർണി നദിയുടെ ഇരുകരകളിലായിട്ടാണ് ഈ വിഷ്ണു ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നവഗ്രഹ ക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും കൂടിയാണ്. ചില ക്ഷേത്രങ്ങളിൽ വിഷ്ണു വിഗ്രഹം സ്റ്റാൻഡിങ് പോസ്റ്ററായിരിക്കും, മറ്റ് ചിലയിടത്ത് അനന്തശായിയാണ്, വേറെ ചിലയിടത്ത് സിറ്റിംഗ് പോസ്റ്ററാണ്. അങ്ങനെ പല രീതിയിൽ ഒരേ ദിവസം നമ്മൾ 9 ക്ഷേത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അനുഭൂതിയാണ് നമ്മൾക്ക് നൽകുന്നത്. എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല, ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയുകയുമില്ല എന്നാണ് തോന്നുന്നത്. മഹാവിഷ്ണു ബുധഗ്രഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഉത്സവത്തിന് കൊടി കയറുന്ന രംഗമായിരുന്നു. അത് കണ്ട് തൊഴുവാനും നമുക്ക് സാധിച്ചു. അത് ഒരു ഭാഗ്യമായി നമ്മൾ കരുതുന്നു. ഇത് ശനിഗ്രഹത്തിൻ്റെ ക്ഷേത്രമാണ്. അവിടെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നു. ഏതാണ്ട് ഒരു 1 മണിക്ക് മുൻപായിട്ട് ആ ക്ഷേത്രം അടയ്ക്കും. പക്ഷേ ഏതായാലും എല്ലാ ക്ഷേത്രങ്ങളിലും തൊഴുത് വരുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾക്കൊരു നിർവൃതിയായിരുന്നു. ഇത് ചന്ദ്രൻ എന്ന ഗ്രഹത്തിൻ്റെ ക്ഷേത്രമാണ്. അതിൽ മഹാവിഷ്ണുവാണ് ചന്ദ്രനെ പ്രതിനിധാനം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രഹങ്ങളെയെല്ലാം വിഷ്ണു ഭഗവാനാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഒരേ സമയത്ത് സാധ്യമാകുമെന്നുള്ളതാണ് ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ഗ്രഹങ്ങളെയും തൊഴാനും സാധിക്കും. അതോടൊപ്പം ഇത്രയും ക്ഷേത്രങ്ങളിലെ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹങ്ങളും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇത് ഇരട്ടത്തിരുപ്പതി എന്നറിയപ്പെടുന്ന രാഹുകേതു ക്ഷേത്രങ്ങളാണ്. ഒരേ കോമ്പൗണ്ടിൽ അടുത്തടുത്തായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. ഇനിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം.